ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നോമ്പുകാലമാണ്, ഇനി പെരുന്നാൾ വരുന്നു, അതുപോലെ വിഷുക്കാലമാണല്ലേ. അപ്പോൾ എന്നെ നിങ്ങളോട് ചേർത്ത് നിർത്തുകയും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം നൽകുകയാണ് കേട്ടോ. ഒരു സാരി സമ്മാനമായി നൽകിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സാരി സമ്മാനമായി കിട്ടുവാനായിട്ട് ചെയ്യേണ്ടത്, ഞാനൊരു കൊച്ചു കഥ പറയും. വളരെ ചുരുക്കി ഈ വീഡിയോയിൽ ഒരു കഥ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ ഈ സമൂഹത്തിലെ സാധാരണക്കാരികളായിട്ടുള്ള സ്ത്രീകളിൽ എനിക്ക് തോന്നുന്നത് ഒരു 30% സ്ത്രീകൾക്ക് അത് റിലേറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കഥയായിരിക്കും അത്. അപ്പോൾ ഈ കഥയുടെ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും. കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കും. എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ഈ കഥയിലെ നായിക, ഈ കഥാനായിക ഇങ്ങനെ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സമ്മാനം തരുവാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ കഥ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഉത്തരം കമൻ്റായിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ശരിയുത്തരം ആരൊക്കെ പറഞ്ഞു, അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറയുമെന്നൊന്നും എനിക്കറിയില്ല, നമ്മുടെ അത്ര വലിയ ചാനലൊന്നും അല്ലല്ലോ. അപ്പോൾ ശരിയുത്തരം പറഞ്ഞവരിൽ നിന്ന് നമുക്ക് ഒരാൾക്കല്ലേ സമ്മാനം കൊടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ 2 സാരി കാണിക്കും. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരിക്കും ഞാൻ ഈ വ്യക്തിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യും. അന്നേരം അത് നിങ്ങൾക്ക് ഏത് വേണം, അല്ലെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അന്നേരം പറഞ്ഞാൽ മതിയിട്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ സമ്മാനം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കഥ പറയാം. ഗംഗ എന്ന യുവതി ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വിവാഹിതയാണ്, ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഭർത്താവിൻ്റെ അമ്മ നോക്കിക്കോളും. അപ്പോൾ ഭർത്താവ് ജോലിക്ക് പോകും, അതുപോലെ ഭാര്യ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ രാത്രിയാണ് പോവുകയുള്ളൂ. ഗംഗയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീളമുള്ള മുടിയാണ്, വെളുത്ത നിറമാണ്, നല്ല ഭംഗിയുണ്ട് കാണുവാനായിട്ട്, വളരെ സുന്ദരിയാണ്. അതുപോലെ തന്നെ ഗംഗയുടെ ഒരു ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ, ഇതുപോലുള്ള ചുരിദാറുകളൊന്നും പുള്ളിക്കാരി ധരിക്കുകയില്ല കേട്ടോ. ചുരിദാറാണ് വേഷം. ഷാളിങ്ങനെ 2 സൈഡൊക്കെ പിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ധരിച്ച് ഒരു ബാഗ് തൂക്കി കൊടയൊക്കെ ആയിട്ടൊക്കെ ജോലിക്ക് വരും. വളരെ അടക്കവും ഒതുക്കവും ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ. തുറന്ന് ആരോടും അധികം ഒന്നും സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല. അപ്പൊ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട് സെക്ഷനിലാണ്. അപ്പോൾ ടെക്സ്റ്റൈലിൽ ഒരുപാട് ജീവനക്കാർ വേറെ ഉണ്ടല്ലോ. അക്കൗണ്ട് സെക്ഷനിലും ക്യാഷുമായിട്ട്, അതായത് അവരുടെ കടയുടെ മുതലാളി ഉണ്ടാവും, അപ്പൊ ഈ കുട്ടി ഉണ്ടാവും, അതുപോലെ വേറൊരു ലേഡിയും കൂടെ ഉണ്ട്. ഇവർ 3 പേരായിരിക്കും ഈ എന്താ പറയുക ഓഫീസ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കൂടെയുള്ള കൂട്ടുകാരിയോട് ഗംഗ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഇച്ചിരി മദ്യപാനിയാണ്, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് മാത്രമേ ഗംഗ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂട്ടുകാരിയായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല. കാരണം പൊതുവെ ഇച്ചിരി അടക്കവും ഒതുക്കമുള്ള ഒരു കുട്ടിയാണ്, കൂടുതൽ സംസാരിക്കില്ല. മാത്രമല്ല ഗംഗ ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന്. പക്ഷെ നല്ലൊരു എന്താ പറയുക ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് ഗംഗയ്ക്ക് അത്യാവശ്യം കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതായത് മുൻകൂർ ശമ്പളം കൈപ്പറ്റുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഗംഗ. അത് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഗംഗയെ അവര് പരമാവധി ടെക്സ്റ്റൈലിലുള്ള ഷോപ്പിലുള്ളവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഈ ഗംഗ വന്നിട്ട്, ഇത്രയും നാള് ഹാഫ് സ്ലീവ് ചുരിദാറുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഗംഗ പെട്ടെന്ന് ഒരു ദിവസം ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ജോലിക്ക് വരുന്നത് 3/4 ചുരിദാറൊക്കെ ഇട്ട് ലുക്കൊക്കെ ഒന്ന് മാറിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ഓരോ ചുരിദാറുകൾ മാറി മാറി ഇട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ എടുക്കാറ്. പിന്നെ അത് ഇവിടെ കണക്കിൽ എഴുതി വെക്കും. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ച്, സത്യത്തിൽ നല്ലൊരു എമൗണ്ട് ഇങ്ങനെ അഡ്വാൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാലറി കുറയ്ക്കും കൊടുക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ക് അങ്ങനെ പോകുന്നു. വർഷങ്ങളായിട്ടുള്ള സ്റ്റാഫാണ്, അതുകൊണ്ട് മുതലാളിക്ക് പരിഭവമൊന്നുമില്ല. കറക്റ്റായിട്ട് ഇവര് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. എടുക്കുന്ന വസ്ത്രങ്ങളുടെ പണം കൃത്യമായി തന്നെ റീറ്റെയിൽ വിലയ്ക്ക് തന്നെ ഒട്ടും കുറവില്ലാതെ അതിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഈ മുതലാളി തൊഴിലാളി ബന്ധമൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവിടെ നിന്ന് എടുക്കാത്ത കുറച്ച് ഡ്രസ്സും ഒക്കെ ഇട്ട് മാറി മാറി ഗംഗ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സാലറി കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഗംഗയ്ക്ക് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളെങ്കിലും സാലറി അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു തുക എപ്പോഴും കവറി വെച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ പതിവ്. അപ്പൊ വലിയൊരു എമൗണ്ട് അഡ്വാൻസ് കിടക്കുകയാണ്. ഒരു തമാശ രൂപയാണ് ഈ സാലറി കൊടുക്കുന്ന സമയത്ത് ഈ മുതലാളി ഗംഗയോട് പറയുകയാണ്,
പൈസ ഇല്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് തരാതരം ഡ്രസ്സുകളാണല്ലോ മാറി മാറി ഇട്ടുകൊണ്ട് വരുന്നത്, എന്താ വല്ല ലോട്ടറി അടിച്ചോ എന്നിങ്ങനെ തമാശയായിട്ട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ ലോട്ടറി വല്ല അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ഞങ്ങൾക്കും കൂടെ കടം തന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര വിഷമമായിട്ടോ. ഗംഗയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ഗംഗ ഇങ്ങനെ ഒരു മ്ലാനപ്പെട്ടിരിക്കുകയാണ്. സ്വതവേ കുറച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഗംഗ. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആ കൂട്ടുകാരി വിചാരിക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെന്നാണ്. അങ്ങനെ കൂടുതലൊന്നും ചോദിക്കാറില്ല. വഴക്കായിരുന്നു എന്നൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞു പോവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഗംഗ ഹാഫ് സ്ലീവ് ചുരിദാർ ഇട്ടുകൊണ്ടിരുന്ന ഗംഗ പെട്ടെന്ന് ഫുൾ സ്ലീവ് ചുരിദാറിലേക്ക് മാറിയത്? അത് പുറത്തെ കടയിൽ നിന്നാണ് 3-4 ജോഡി വസ്ത്രങ്ങൾ വാങ്ങി അതും ധരിച്ചുകൊണ്ടാണ് പിന്നെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വർക്ക് ചെയ്യുവാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ മുതലാളിക്ക് ചൊടിക്കാൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് ഡ്രസ്സ് എടുത്തില്ല, അത്രയും കച്ചവടം ഇവിടെ കിട്ടിയില്ലല്ലോ, സ്റ്റാഫിന്റെ പൈസ ഇവിടെ വന്നില്ല. അപ്പോൾ എന്താണ് കാരണം? അതാണ് ഇന്നത്തെ നമ്മുടെ കഥയിലെ ചോദ്യം. ഞാൻ ചില ക്ലൂകൾ തരാം. ഒന്ന്, ഈ ഗംഗയുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഭർത്താവ് കുറച്ച് മദ്യപാനിയാണ്, കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ആളാണ്. അയാൾ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളാണ് കേട്ടോ. ഗംഗ അതിന്റെ ബലിയാടാവുകയാണ് എന്ന് മാത്രം. എത്ര പണിയെടുത്ത ആ പൈസ അങ്ങ് കൊണ്ടുപോയാലും ഒന്നുമില്ല. ആന കൊണ്ടേ ചെന്നാലും ആ വീടിന്റെ വാതിക്കിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുമില്ല. പല കടക്കാർക്ക് കൊടുക്കുവാനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഗംഗയ്ക്ക് ഹാഫ് സ്ലീവ് ചുരിദാർ ഇടാൻ പറ്റാതെ 3/4 ചുരിദാർ ഇട്ടുകൊണ്ട് ജോലിക്ക് വരാൻ അവൾ നിർബന്ധിതയായ ആ സാഹചര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ കമന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ശരിയായ ഉത്തരം കമന്റ് ചെയ്യുന്നവർക്ക് അവരിൽ നിന്ന് ഒരാൾക്ക് ഞാനൊരു സാരി സമ്മാനമായിട്ട് അയച്ചു തരാം. അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ആദ്യമേ നമുക്കിത് ആരെങ്കിലും ശരി ഉത്തരം കമന്റ് ചെയ്യുമോ എന്ന് നോക്കണ്ടേ. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം. കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ് ഓഫീസ് വഴി ആ സാരി കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇതുവരെ ഈ ചാനലിൽ തന്ന എല്ലാ സപ്പോർട്ടും തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. മാത്രമല്ല നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി കുറേയേറെ സ്ത്രീകൾക്ക് ഹോൾസെയിലായിട്ട് വസ്ത്രങ്ങൾ വാങ്ങി വിൽക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ട്. ഒന്ന് നമ്മുടെ എറണാകുളത്തുള്ള 2 സ്ത്രീകളാണ്. പിന്നെ റെഡിമെയ്ഡ് ഫുൾ സെറ്റ് ചുരിദാർ സെറ്റുകൾ, നൈറ്റി ബിറ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഹോൾസെയിലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേഡീസിൻ്റെയും ഗേൾസിൻ്റെയും ഡെയിലി വെയർ കളക്ഷൻ മാത്രമാണ് കേട്ടോ. അതായത് ഒരു 10 വയസ്സിലേക്കുള്ള കൊച്ചു പെൺകുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളും ലേഡീസിന്റെ നൈറ്റികളും ടീഷർട്ടും ഫോട്ടോ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ, ഇത് കാണുന്നവർക്ക് ഇപ്പോൾ കച്ചവടത്തിനല്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പീസൊക്കെ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഹോൾസെയിൽ റേറ്റിനല്ല, അതിനോട് അടുത്തൊരു റേറ്റിന് നമ്മൾ അയച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരുപാട് മെനക്കേടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയച്ചു തരാം. നിങ്ങൾക്ക് ഇനി വസ്ത്രങ്ങളൊക്കെ കാണണമെങ്കിൽ, ഞാനിത് യൂട്യൂബ് ചാനലിൽ വന്ന് ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വസ്ത്രങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ പിൻ ചെയ്യുന്ന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക കേട്ടോ. ആ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട്. അതായത് ഡിസൈനിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ ഹോൾസെയിൽ ഡ്രസ്സിന്റെ ഗ്രൂപ്പുകളുണ്ട്. ആ മെയിൻ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ മെയിൻ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളിലേക്ക് ചേർന്നിട്ട് അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ വസ്ത്രങ്ങൾ കാണുവാനും ഓർഡർ ചെയ്യുവാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ഈ വസ്ത്രങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരിക. അവിടെ എല്ലാവരും കോൺടാക്ട് പേഴ്സന്റെ പേര്, നമ്പർ സഹിതം എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വസ്ത്രമാണോ വേണ്ടത് അത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടം കുരുക്കും കടങ്കഥ ഇക്കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ? ഇല്ലെങ്കിൽ സല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങോ ഒരു വേടൻ വല വിരിച്ചു.